വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമ്മൾ ഈ ടേബിൾ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഹാർഡ് കോഡ് ചെയ്താണ്. അതായത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഒരു വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്ക് ആയാലും ജേക്കബ് ആയാലും ഡാറ്റാബേസിൽ നിന്ന് വന്നതോ ഒന്നുമല്ല, നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്താണ്. ഒരു റിയാക്ട് ആപ്ലിക്കേഷനിൽ നമ്മൾ രണ്ട് രീതിയിലാണ് കമ്പോണന്റിലേക്ക് ഡാറ്റ മെയിൻ ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റിന് ഡാറ്റ കിട്ടുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മൾ പഠിച്ചു പ്രോപ്സ് ആയിട്ട്. പ്രോപ്സ് എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് കസ്റ്റം കമ്പോണന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. പാസ് ചെയ്തിട്ട് ആ കമ്പോണന്റിന്റെ ഉള്ളിൽ പ്രോപ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നമ്മൾ ഡയറക്റ്റോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചർ ചെയ്തിട്ടോ ആക്സസ് ചെയ്യും. അതാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒന്ന് ആട്രിബ്യൂട്ട് ആയിട്ട് കണ്ടന്റ് പാസ് ചെയ്യാം. രണ്ടാമത് ആ ഒരു എലമെന്റിന്റെ ഉള്ളിൽ ചൈൽഡ് എലമെന്റ് ആയിട്ട്, അതായത് ചിൽഡ്രൻ ആയിട്ട് ആ ഒരു എലമെന്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് അതിന്റെ ഉള്ളിൽ വേറെ എലമെന്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്സസ് ചെയ്യും. അതും പ്രോപ്സ് എന്നാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതി എന്ന് പറയുന്നത് പ്രോപ്സ് ആണ്. രണ്ടാമത്തെ ഒരു അപ്രോച്ച് നമ്മൾ ഡാറ്റ പാസ് ചെയ്യാനുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ റിയാക്റ്റിൽ സ്റ്റേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷണൽ കമ്പോണന്റ്. റിയാക്റ്റിൽ നമുക്ക് രണ്ട് രീതിയിൽ കമ്പോണന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ക്ലാസ് ബേസ്ഡ് കമ്പോണന്റ്, രണ്ടാമത് ഫംഗ്ഷൻ ബേസ്ഡ് കമ്പോണന്റ്, ഫംഗ്ഷണൽ കമ്പോണന്റ് എന്ന് പറയും. അപ്പൊ മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ക്ലാസ് ബേസ്ഡ് കമ്പോണന്റ് ആയിരുന്നു. ഇപ്പോൾ റിയാക്റ്റിന്റെ പുതിയ വേർഷനിൽ നമുക്ക് ഉള്ള ഫംഗ്ഷനാലിറ്റിയാണ് ഫംഗ്ഷൻ കമ്പോണന്റ്. ആ ഫംഗ്ഷൻ കമ്പോണന്റിൽ തന്നെ സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് റിയാക്റ്റിന്റെ ഹുക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാണ്. റിയാക്റ്റിന്റെ ഹുക്കിൽ ഒരുപാട് ഹുക്സ് ഉണ്ട്. അത് ഡൈനാമിക് ഫംഗ്ഷണൽ കമ്പോണന്റിന് ഡൈനാമിക് ഫംഗ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ക്രിയേറ്റ് ചെയ്താണ് റിയാക്ട് ഹുക്ക് എന്ന് പറയുന്നത്. ആ ഹുക്കിന്റെ നെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന യൂസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതായത് നമുക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യാനുള്ള ഹുക്കിന്റെ പേരാണ് യൂസ് സ്റ്റേറ്റ്. അതേപോലെ തന്നെയുള്ള ഡൈനാമിക് ആയിട്ട് ഏതെങ്കിലും ഇവന്റ്സ് ഒക്കെ ട്രിഗർ ചെയ്യാനുള്ളതാണ് യൂസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഹുക്സ് ഉണ്ട്. അപ്പൊ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഹുക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഡാറ്റ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള നോക്കാം. ആദ്യം നമ്മൾ കമ്പോണന്റിൽ വന്നിട്ട് ആ ഒരു യൂസ് സ്റ്റേറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം റിയാക്ട് എന്ന്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ നമ്മൾ റിയാക്റ്റും അതേപോലെ തന്നെ യൂസ് സ്റ്റേറ്റും ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് റിയാക്ട് കോമ പിന്നെ നെയിംഡ് എക്സ്പോർട്ട് ആണ് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. യൂസ് സ്റ്റേറ്റ് ഫ്രം റിയാക്ട്. അപ്പോൾ റിയാക്റ്റിൽ നിന്ന് ഈ ഒരു രണ്ട് കാര്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കമ്പോണന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനിൽ വന്നിട്ട് റിട്ടേണിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്ക് സ്റ്റുഡൻസ് ആണല്ലോ ഇവിടെ ലിസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ പറയാണ് കോൺസ്റ്റ്. ഇവിടെ നമ്മൾ ഒരു അറേ ഡീസ്ട്രക്ചറിങ് ആണ് ഉപയോഗിക്കുന്നത്. കോൺസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാക്കറ്റ് ഇട്ട്, നേരത്തെ നമ്മൾ ഏർലി ബ്രേസ് ഇട്ടിട്ട് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് ചെയ്തിരുന്നു. അതേപോലെ അറേ ഡീസ്ട്രക്ചറിങ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സ്റ്റുഡൻസ്, നമ്മൾ ആ ഒരു വേരിയബിളിനുള്ള പേര് കൊടുക്കുക. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. എന്നിട്ട് ആ സ്റ്റുഡന്റിലേക്ക് ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ വേണം. അതായത് സ്റ്റുഡന്റ് ഫസ്റ്റ് നമുക്ക് എം ടി ആയിരിക്കും. നമുക്ക് ഡാറ്റ കിട്ടുമ്പോൾ ആ ഡാറ്റ ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടെ കൊടുക്കണം. അതാണ് സെറ്റ് സ്റ്റുഡൻസ്. അതിൽ ഈ ഒരു എസ്, സെറ്റ് കഴിഞ്ഞിട്ടുള്ള എസ് ക്യാപ്സ് ആണ് കൊടുത്തിട്ട്, ഏത് വേരിയബിളിന്റെ നെയിം ആണെങ്കിൽ സെറ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആ ഒരു ലെറ്റർ ക്യാപ്സ് കൊടുക്കുക. സെറ്റ് എന്ന് പറയുന്ന തൊട്ട് മുൻപ് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഈക്വൽ ടു, എന്നിട്ട് നമ്മൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഹുക്ക് ഫംഗ്ഷൻ വിളിക്കുക. ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിലേക്ക് ഡീഫോൾട്ട് ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ ലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന വേരിയബിളിൽ എന്താണ് നിങ്ങൾക്ക് ഡാറ്റ വേണ്ടതെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ APIയിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഇവിടേക്ക് കൊടുക്കാം. ഈ ഒരു അറേ കോപ്പി ചെയ്തു, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന വേരിയബിളിൽ ബൈ ഡീഫോൾട്ട് ഈ ഒരു കമ്പോണന്റ് ലോഡ് ആവുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു അറേ ആയിരിക്കും. അതാണ് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് യൂസ് സ്റ്റേറ്റിലേക്ക് പാസ് ചെയ്യുന്ന ഡീഫോൾട്ട് വാല്യൂ ആണ്. എന്നിട്ട് ഈ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു വേരിയബിൾ, നമ്മൾ പേര് കൊടുത്ത ആ ഒരു വേരിയബിളും റിട്ടേൺ ചെയ്യും. അതേപോലെ തന്നെ ഇനി ഒരു ഡാറ്റ സെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും. ഇനി ഈ വേരിയബിളിന്റെ വാല്യൂ മാറ്റണം എന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് നമുക്ക് ആ സ്റ്റുഡന്റിന്റെ പേര് കൊടുത്ത് മാറ്റാൻ പറ്റില്ല. ഇനി കോൺസ്റ്റിന് പകരം ലെറ്റ് കൊടുത്തു കഴിഞ്ഞാലും സ്റ്റുഡൻസ് ഈക്വൽ ടു വേറെ എന്തെങ്കിലും ABC എന്നോ അല്ലെങ്കിൽ വേറെ ഒരു അറയോ കൊടുത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആ ഒരു ഡാറ്റ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഡാറ്റ പാസ് ചെയ്യണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു വേരിയബിളിൽ ഡാറ്റ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റുഡൻസ് കൺസോൾ ലോഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻസ്പെക്ട് കൊടുത്തു. കൺസോൾ ലോഗിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു അറേ നമുക്ക് ഇവിടെ കൺസോളിൽ വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കമ്പോണൻസിൽ വന്നു. കമ്പോണൻസിൽ വന്നിട്ട് ഈ ഒരു സ്റ്റുഡന്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. അപ്പൊ ആ സ്റ്റുഡന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു റിയാക്റ്റിന്റെ ഡെവ് ടൂളിൽ നമുക്ക് കാണാൻ പറ്റും ഹുക്സ്. ആ ഹുക്സിൽ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നമ്മൾ ആ ഡാറ്റ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമ്മൾ സെറ്റ് ചെയ്ത ഡാറ്റ നമുക്ക് ഇവിടെ കാണാം. അത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവിടെ
ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ സ്റ്റുഡൻസിൽ നമ്മളെ ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ റിയാക്റ്റിൽ എങ്ങനെ ലൂപ്പ് ചെയ്തിട്ട്, കാരണം ഇതൊരു അറയാണല്ലോ, ഈ അറയിൽ ലൂപ്പ് ചെയ്തിട്ടാണ് നമുക്ക് കാണിക്കുക. ഇപ്പൊ ഇവിടെ ഹാർഡ് കോഡ് ചെയ്തതിന് പകരം നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത, അതായത് സ്റ്റേറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അറയെ ഉപയോഗിച്ച് നമുക്ക് ആ അറയിലുള്ള വാല്യൂ എങ്ങനെ ലിസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഹെഡ് സെയിം ആയിരിക്കണം, അതിനുശേഷം ബോർഡിൽ വന്നിട്ടുള്ള ഒരു TR ആണ് നമുക്ക് ഡൈനാമിക് കൊടുക്കേണ്ടത്. അതായത് ആ ഒരു TR ഓരോ റോ നമ്മളെ ഒബ്ജക്റ്റ് നോക്കിയിട്ട് ഈ അറയിലുള്ള ഒബ്ജക്റ്റിനനുസരിച്ച് ആ റോ റെൻഡർ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ TR ആണ് നമ്മൾ ലൂപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ലൂപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ഐറ്റം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിലെ മാപ്പ് എന്ന് പറയുന്ന, അറയിലുള്ള മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അറയിലുള്ള ഓരോ ലിസ്റ്റിന്റെ ഉള്ളിലൂടെ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ബോർഡിൽ വന്നു, ഇവിടെ ബോർഡിന്റെ ഉള്ളിൽ നമ്മൾ കേളി ബ്രേസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. സ്റ്റുഡൻസ് എന്നാണ് നമ്മൾ വേരിയബിളിന്റെ പേര്, അതൊരു അറയാണ്. സ്റ്റുഡൻസ് ഡോട്ട് മാപ്പ്. അപ്പൊ അറേ ഡോട്ട് മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചു. മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്, ഒരു അനോണിമസ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിലേക്ക് നമുക്ക് കിട്ടുന്നത് ഓരോ എലമെന്റ് ആണ്. അതായത് സ്റ്റുഡൻസിൽ പോകുമ്പോൾ ഓരോ പ്രാവശ്യം ലൂപ്പ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റുഡന്റ് നമുക്ക് കിട്ടും. അപ്പൊ സ്റ്റുഡന്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതൊരു ആരോ ഫംഗ്ഷൻ ആക്കി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ സ്റ്റുഡന്റ് ലൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഇതിന്റെ ഉള്ളിൽ കയറും. നമുക്ക് 3 സ്റ്റുഡന്റ് ആണല്ലോ, അപ്പൊ 3 പ്രാവശ്യം ഈ ലൂപ്പിന്റെ ഉള്ളിൽ കയറും. അപ്പൊ 3 പ്രാവശ്യം നമുക്ക് ആ ഒരു TR ആണ് ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇവിടെ ഒന്നെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞു കൊടുക്കാം, റിട്ടേൺ, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു TR റിട്ടേൺ ചെയ്യാം. ഇനി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ HTML 3 പ്രാവശ്യം ആ ഒരു മാർക്ക് എന്ന് പറയുന്ന എൻട്രി, നമ്മളതും ഇപ്പോൾ നമ്മൾ ഹാർഡ് കോഡ് ചെയ്താണ്. 3 പ്രാവശ്യം ലൂപ്പ് ചെയ്തിട്ടുണ്ട്, 3 പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് 3 സ്റ്റുഡന്റ് ഉണ്ട്, 3 പ്രാവശ്യം സ്റ്റുഡന്റിൽ നമ്മൾ മാപ്പ് എന്ന് പറഞ്ഞ് ലൂപ്പ് ചെയ്യാണ്. ലൂപ്പ് ചെയ്തിട്ട് അതിലേക്ക് കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുത്ത് ആ ഫംഗ്ഷന്റെ ബോഡി ഓപ്പൺ ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് റിട്ടേൺ ചെയ്യാണ്. നമ്മൾ ES6ന്റെ സിന്റാക്സ് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. അതായത് റിട്ടേൺ ഇവിടെ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കേളി ബ്രേസ് നമുക്ക് റിമൂവ് ചെയ്യാം. കേളി ബ്രേസ് റിമൂവ് ചെയ്ത് അതിന്റെ ക്ലോസിംഗ് റിമൂവ് ചെയ്ത് എന്നിട്ട് റിട്ടേൺ ഒഴിവാക്കി, എന്നിട്ട് ഇത് ഇമേലേക്ക് ആരോ കഴിഞ്ഞ ഉടനെ കൊടുക്കുകയാണ്. കഴിഞ്ഞ ഉടനെ നമുക്കൊരു കേളി ബ്രേസ് ഒഴിവാക്കിയിട്ട് ആ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. അപ്പൊ ഡയറക്റ്റ് ഈ ലൈനിൽ എന്താണുള്ളത് അത് റിട്ടേൺ ചെയ്യും, ഡയറക്റ്റ് റിട്ടേൺ ചെയ്യും. അത് ES6ലുള്ള ഷോർട്ട് സിന്റാക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വേരിയബിൾസിനൊക്കെ ഡാറ്റ മാറ്റിക്കൊടുക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ലൂപ്പ് ചെയ്യുമ്പോൾ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനുള്ള കിട്ടുന്നത് ഫസ്റ്റ് ആ ഒരു വേരിയബിൾ കിട്ടും, പിന്നെ അതേപോലെ തന്നെ ഒരു ഇൻഡെക്സ് കൂടെ കിട്ടും, എത്രാമത്തെ ഐറ്റം ആണ് എന്നുള്ളതും കൂടെ കിട്ടും. അപ്പൊ നമുക്കിവിടെ ഇൻഡെക്സ് അറയിൽ പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഓരോ അറേന്റെ ഇൻഡെക്സ് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആ ഒരു നമ്പർ നമുക്ക് 0, 1 എന്നല്ല വേണ്ടത്, 1, 2, 3 എന്നാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആ ഒരു ഇൻഡെക്സ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ ഇൻഡെക്സ് +1 എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണിക്കാം. മാർക്കിന്റെ അവിടെ നെയിം ആണ് വേണ്ടത്. അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ നമുക്ക് നെയിം ഉണ്ട്. അപ്പൊ അവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേളി ബ്രേസ് ഉപയോഗിച്ച് നമ്മൾ ആ വേരിയബിളിന്റെ പേര് സ്റ്റുഡന്റ് ആണ്. ഓരോ പ്രാവശ്യം ലൂപ്പ് ചെയ്യുമ്പോൾ സ്റ്റുഡന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്റ്റുഡന്റ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ സ്റ്റുഡന്റ് ഡോട്ട് ഇമെയിൽ, സ്റ്റുഡന്റ് നെയിമും സ്റ്റുഡന്റ് ഇമെയിലും കൊടുത്തു. ഇനി എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് നമ്പർ 1, 2, 3 പ്രോപ്പറായി വന്നു. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൽ കൊടുത്തിട്ടുള്ള, അതായത് സ്റ്റേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾ എന്ന് വരുന്നതാണ്. ആ ഒരു വേരിയബിൾ എന്ന് വരുന്ന ഡാറ്റാസ് റെൻഡർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ കൺസോളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എറർ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഈച്ച് ചൈൽഡ് ഇൻ എ ലിസ്റ്റ് ഷുഡ് ഹാവ് എ യൂണീക്ക് കീ പ്രോപ്സ്. അതൊരു റിയാക്റ്റിന്റെ ഒരു മാൻഡേറ്ററി പ്രോപ്സ് ആണ്. ഇങ്ങനെ നമ്മൾ ഏതൊരു എലമെന്റ് ലൂപ്പ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എലമെന്റിനെ യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കീ പ്രോപ്സ്, യൂണീക്ക് ആയിട്ടുള്ള കീ പാസ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി, കാരണം നമ്മൾ ലൂപ്പ് ചെയ്യുന്ന TR എലമെന്റ് ആണ്. TR എലമെന്റിന്റെ ഉള്ളിലുള്ള TD കൺസിഡർ ചെയ്യുന്നത് ഏത് എലമെന്റ് ആണ് ഫസ്റ്റ് ലൂപ്പ് ചെയ്യുന്നത് ആ ഒരു എലമെന്റിന് നമ്മൾ കീ കൊടുക്കണം. കീ ഈക്വൽ ടു അതിൽ നമുക്കൊരു യൂണീക്ക് ആയിട്ടുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ യൂണീക്ക് ആയിട്ടുള്ള വാല്യൂ എന്താണ്? നമുക്ക് ഇൻഡെക്സ് യൂണീക്ക് ആണല്ലോ. ആദ്യം 0 വരും, പിന്നെ 1, 2. ഒരിക്കലും യൂണീക്ക് അല്ലാതിരിക്കില്ല, എപ്പോഴും യൂണീക്ക് ആയിരിക്കും. അപ്പൊ അവിടെ ഒരു ഇൻഡെക്സ് നമുക്ക് പാസ് ചെയ്യാം. കീ ഈക്വൽ ടു ഇൻഡെക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ റീഫ്രഷ് ചെയ്തിട്ട് നോക്കാം. ഇപ്പൊ കൺസോളിൽ നമുക്ക് എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഒബ്ജക്റ്റ് നമ്മൾ അറേ ആയിട്ട് നമ്മൾ ഹാർഡ് കോഡ് ചെയ്താണ്, അതായത് ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്താണ്. ബൈ ഡിഫോൾട്ട് ഇങ്ങനെ ആയിരിക്കില്ല, നമ്മൾ API കോൾ ചെയ്തിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെറിയൊരു സിന്റാക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എംപ്റ്റി ആയിട്ട്
നമ്മൾ സെറ്റ് ചെയ്യും. അതാ നമ്മൾ പറയും ആദ്യം അതൊരു empty ആയിരിക്കും, അതിൽ ഡാറ്റ ഒന്നും ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റിൽ നോക്കുമ്പോൾ ലിസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, ഹെഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നമുക്ക് വാല്യൂസ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ വാല്യൂസ് ഇല്ലാതിരിക്കും. ഇങ്ങനെ ടേബിൾ മാത്രം ഹെഡിങ് മാത്രം കൊടുത്ത് വാല്യൂസ് ഒന്നും കാണിക്കാതിരിക്കും, അത് ബോറിംഗ് ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ഒരു ഡാറ്റ ഇല്ല എന്നുള്ള ടെക്സ്റ്റ് യൂസേഴ്സിന് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ലെങ്ത് ചെക്ക് ചെയ്യാം, സ്റ്റുഡന്റിന്റെ ലെങ്ത് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് പുറത്തേക്ക് എടുത്ത് ഞാൻ ഹാർഡ് കോഡ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ കമന്റ് ചെയ്ത് വെക്കാണ്. കമന്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റുഡന്റിൽ ഇപ്പൊ മാപ്പ് ചെയ്യുമ്പോൾ അത് empty അറയാണ്. അവിടെ empty അറയായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്, ഒരു ഐറ്റം ഇല്ല. അതുകൊണ്ട് ഇത് ലൂപ്പിന്റെ ഉള്ളിൽ കയറില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ TR കാണിക്കില്ല. അപ്പോൾ empty ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് empty ആണെങ്കിൽ ഒരു TR പിന്നെ അതേപോലെ TDന്റെ ഉള്ളിൽ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നുള്ള ടെക്സ്റ്റ് കൂടെ കൊടുക്കാം. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു അറയാണ്. അറേന്റെ ലെങ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അതിൽ ഐറ്റം ഉണ്ടോ ഇല്ല നോക്കാൻ ലെങ്ത് നോക്കിയാൽ മതി. അപ്പൊ ലെങ്ത് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ ഡാറ്റ ഇല്ല. അപ്പോൾ കേർലി ബ്രേസ് കൊടുത്ത് ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ചെക്ക് ചെയ്യാണ് സ്റ്റുഡൻസ് ഡോട്ട് ലെങ്ത് =0, അതായത് 0 ആണെങ്കിൽ നമുക്ക് അവിടെ ടെർണറി എക്സ്പ്രഷൻ കൊടുക്കാം. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു ആണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കും, അല്ലെങ്കിൽ എന്താ സംഭവിക്കേണ്ടത് എന്നുള്ളത് ഒരു കോളൻ ഇട്ടിട്ട് അപ്പുറം കൊടുക്കും. അല്ലെങ്കിൽ എന്താണ് നള്ള്, ഒന്നും ചെയ്യണ്ട, നള്ള് എന്ന് പറഞ്ഞു കൊടുക്കും. ആണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്, ഒരു TR ഇടണം. അപ്പൊ ആ TR ഇടാൻ വേണ്ടി നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എലമെന്റ് റെൻഡർ ചെയ്യേണ്ടതുകൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ഇടുന്നത്. അവിടെ നമ്മൾ TR കൊടുത്തു. TR കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ TD, നമുക്ക് 3 TD ഉണ്ട്, 1 2 3. അപ്പൊ 3 TDക്ക് നമുക്ക് ഒറ്റൊരു TD ആക്കി ഒരു റോയിലാണ് കാണിക്കേണ്ടത്, ഒരു കോളത്തിലാണ് കാണിക്കേണ്ടത്. പക്ഷെ നമുക്ക് 3 കോളത്തിന്റെ സ്പേസ് വേണം. അപ്പൊ അത് ആദ്യം ഒരു TD മാത്രമായിട്ട് കൊടുത്ത് കാണിച്ചു തരാം. അവിടെ ഞാൻ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം, നോ റെക്കോർഡ്സ് ഫൗണ്ട്. അപ്പൊ ഏതൊരു ടേബിൾ ആണെങ്കിലും അതിന് എത്ര ഹെഡിങ് ഉണ്ടോ അതേപോലെ തന്നെ TD നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മളിവിടെ ഒരു TD മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് കണ്ടോ, ഈ ഒരു കോളത്തിന് താഴെ മാത്രമായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്ത് ഒരു empty ആയിട്ട് ബ്രേക്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഒന്നും വന്നിട്ടില്ല, ഒരു ബോർഡർ വരെ നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പൊ അത് ഒഴിവാക്കാനാണ് എത്രത്തോളം TD ഉണ്ടോ, നമുക്ക് ഒരു TD മാത്രമായി കൊടുക്കുകയാണെങ്കിൽ അതിന് കോൾ സ്പാൻ കൊടുക്കണം. കോൾ സ്പാനും നമ്മൾ HTML കൊടുക്കുന്ന സമയത്ത് കോൾ സ്പാൻ ഒരുമിച്ചാണ് കൊടുക്കല്. റിയാക്റ്റിലാകുമ്പോൾ കോൾ സ്പാന്റെ S ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പോൾ കോൾ സ്പാൻ കൊടുത്തു, അതിൽ 3 TDന്റെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 3 കൊടുത്തു. അപ്പൊ അത് കറക്റ്റ് ആ ഒരു ഫില്ലായിട്ടുണ്ട്. ഇനി സെന്ററിലേക്ക് അലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കാം. അപ്പൊ അവിടെ ടെക്സ്റ്റ് സെന്റർ എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തപ്പോൾ സെന്ററിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നമ്മളെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ സ്റ്റേറ്റ് ആണ്. ആ ഒരു സ്റ്റേറ്റിൽ ഡാറ്റ ഉണ്ടെങ്കിൽ empty ആയതുകൊണ്ട് ഇപ്പൊ ലൂപ്പ് ചെയ്യില്ല, മാപ്പിലേക്ക് കടക്കില്ല. അപ്പൊ അതിന് പകരം ഈ ഒരു ലെങ്ത് 0 ആയിട്ടുള്ള ഈ കണ്ടീഷനിലേക്ക് കിടക്കും. അങ്ങനെ ഒരു empty ഒരു TDയും അതിന്റെ ഉള്ളിൽ ഈ ഒരു കണ്ടന്റും വരും. ഇനി അതല്ല, ഇതിൽ ഡാറ്റ വരുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ കയറും. അപ്പൊ അത് 0 അല്ലാത്തതുകൊണ്ട് ഈ ഒരു ബ്ലോക്കിൽ കടക്കില്ല. അങ്ങനെയാണ് നമുക്കൊരു ടേബിൾ ലിസ്റ്റ് ആവുന്നത്. ഇനി നമുക്ക് ഇപ്പൊ ഇവിടെ empty ആണ്, നമുക്കൊരു ഡൈനാമിക് ആയിട്ട് API കോൾ ചെയ്യാതെ തന്നെ ഡാറ്റ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ setTimeout എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, ഒരു ടൈമർ സെറ്റ് ചെയ്യുന്നതാണ് setTimeout എന്ന് പറയുന്നത്. അപ്പോൾ setTimeout T ക്യാപ്സ് ആണ്, അതാണ് ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് ഒരു അനോണിമസ് ഫംഗ്ഷൻ പാസ് ചെയ്യുക. എന്നിട്ട് അതേപോലെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ടൈമും എത്ര ടൈം ആണെന്നുള്ളതും കൂടെ പാസ് ചെയ്യാം. അതായത് ഫംഗ്ഷൻ അതിന് കോമ ഇട്ടിട്ട് ഇവിടെ നമുക്ക് ടൈമും കൂടെ പാസ് ചെയ്ത് കൊടുക്കാം. അതായത് 2000 മില്ലി സെക്കൻഡ്സ്. അപ്പൊ 2000 മില്ലി സെക്കൻഡ് എന്നുള്ള പാസ് ചെയ്ത് കൊടുത്തു. വേണമെങ്കിൽ നമുക്കതൊരു 5000 മില്ലി സെക്കൻഡ്സ് ആക്കാം. 5000 മില്ലി സെക്കൻഡ്സ് ആയിട്ട് പാസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കേണ്ടത്, അപ്പൊ നമുക്ക് വേണ്ടത് സെറ്റ് സ്റ്റുഡൻസ്. ഞാൻ പറഞ്ഞു ഈ ഒരു സ്റ്റേറ്റിലുള്ള ഈ ഒരു വേരിയബിളിലേക്ക് നമുക്ക് ഡയറക്റ്റ് സ്റ്റുഡൻസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിവിടെ കോൾ ചെയ്യും, അതൊരു ഫംഗ്ഷൻ ആണ്. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് വാല്യൂ, എന്താണ് വാല്യൂ എന്നുള്ളത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. അതൊരു അറേ ആയിരിക്കണം, ആ അറേന്റെ ഉള്ളിൽ ഈ ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബ്രൗസറിൽ ആദ്യം നമുക്ക് ഡാറ്റ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരു 5000 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായി ഡാറ്റ വന്നു. ഞാൻ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്തു, ആദ്യം നമുക്ക് ഡാറ്റ ഒന്നുമില്ല, അതുകൊണ്ട് നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് കാണിച്ചു. 5000 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ആ സ്റ്റുഡന്റിന്റെ സെറ്റ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു, സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ വിളിച്ചു. അതിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുത്ത ഡാറ്റ വേരിയബിൾ സെറ്റായി. അപ്പോൾ ആ ഒരു empty റെക്കോർഡ്സിന്റെ ഡാറ്റ മാറിയിട്ട് നമുക്ക് ഒറിജിനൽ റെക്കോർഡ്സ് വന്നിട്ടുണ്ട്.